ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇത് കണ്ടോ, നല്ലൊരു മീനച്ചാറാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന അടിപൊളി ഒരു മീനച്ചാർ എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ഞാൻ എൻ്റെ ചാനലിൽ ഫസ്റ്റ് ടൈമാണ് മീനച്ചാർ ഇടുന്നത്. പലതരത്തിലുള്ള അച്ചാറുകൾ എൻ്റെ 2 ചാനലിലും ഞാൻ ഇട്ടിട്ടുണ്ട്. എന്നാൽ മീനച്ചാർ ഞാൻ ഫസ്റ്റ് ടൈമാണ് തയ്യാറാക്കുന്നത് കേട്ടോ. തയ്യാറാക്കി നോക്കിയപ്പം ഞാൻ വിചാരിച്ചു ഇത് മുമ്പേ ചെയ്യേണ്ടിയായിരുന്നു. അതുപോലത്തെ ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? അപ്പം ഞാൻ 1 കിലോ മീനാണ് ആദ്യം ചെറിയ രീതിയിലൊന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് 1 കിലോ പേതൽ മീനാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അത് കഴുകി കട്ട് ചെയ്ത് ഇതേപോലെ കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമുക്കുണ്ടല്ലോ ആദ്യം ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ കാശ്മീരി മുളക് പൊടിയാണ്. കാശ്മീരി മുളക് പൊടി ഞാൻ 1.5 ടീസ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഒത്തിരി മുളക് പൊടി ഇപ്പോൾ ഇട്ട് കൊടുക്കേണ്ടത്, നമുക്ക് അച്ചാർ തയ്യാറാക്കുമ്പോൾ നമുക്ക് മുളക് പൊടി ഇടേണ്ടതാണ്. അപ്പം ഞാനൊരു 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തു. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂണോളം വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചതച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തു. ഉപ്പും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇച്ചിരി കായപ്പൊടി ചേർത്ത് കൊടുക്കണം കേട്ടോ. അധികമൊന്നും വേണ്ട, കുറച്ച് ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് നമുക്ക് ഇച്ചിരി കായപ്പൊടി ചേർത്ത് കൊടുക്കാം. കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അത് നന്നായിട്ടൊന്ന് പിന്നെ ഇളക്കിയെടുക്കണം. അതിൻ്റെ കൂടെ തന്നെ 2 തണ്ട് കറിവേപ്പിലയും കൂടെ ഇതേപോലെ ഊരിയിട്ട് കൊടുത്ത് എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് നല്ല രീതിയിലൊന്ന് മിക്സാക്കി എടുത്ത് നമുക്കൊരു 10 മിനിറ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ. അതിനുശേഷം ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഈ മീൻ വറുത്തെടുക്കാൻ ആവശ്യമായ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് മീനിൻ്റെ കഷ്ണങ്ങളിങ്ങനെ പെറുക്കി ഇതേപോലെ ഇട്ട് കൊടുക്കാവേ. അത് ഞാനൊരു 2 പ്രാവശ്യമായിട്ടാണ് ഇത് ഫ്രൈ ആക്കി എടുക്കുന്നത്. നന്നായിട്ട് തന്നെ വറുത്തെടുക്കണം കേട്ടോ. ഒത്തിരി ഇങ്ങനെ ശാലോ ഫ്രൈ ഒക്കെ ചെയ്തെടുത്താലും നമ്മുടെ അച്ചാർ വേഗം കേടായിപ്പോകും കേട്ടോ. അപ്പം ഞാൻ ഇതേപോലെ ഒരു പ്രാവശ്യം ഇതേപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഒരു സൈഡൊന്ന് നല്ല രീതിയിലൊന്ന് ഫ്രൈ ആയി വരുമ്പം വേണം നമുക്ക് തിരിച്ചു ഇട്ട് കൊടുക്കാൻ. അല്ലെങ്കിൽ നമ്മുടെ ഈ അരപ്പെല്ലാം അങ്ങ് വെളിച്ചെണ്ണയിലങ്ങ് നമ്മുടെ ഓയിലങ്ങ് പിടിച്ചു പോകും കേട്ടോ. അപ്പം ഞാനിതെല്ലാം ഒന്ന് മൂത്ത് വന്നപ്പോൾ ഒന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. ഇളക്കിയിട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്കിത് നന്നായിട്ടും ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ. ഫ്രൈ ആക്കി എടുത്തതിന് ശേഷം വേണം നമുക്ക് അച്ചാറിടാനായിട്ട് കേട്ടോ. അപ്പോൾ ഞാനൊരു സൈഡൊക്കെ ഇതേപോലെ നന്നായിട്ട് മൊരിഞ്ഞ് വന്നപ്പം നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ കാശ്മീരി മുളക് പൊടി ആയതുകൊണ്ട് തന്നെ നമ്മുടെ അച്ചാറിന് നല്ലൊരു കളറായിരിക്കും കേട്ടോ. അപ്പോൾ ഇതൊന്നും ആയിട്ടില്ല, ഞാൻ കോരി നോക്കിയപ്പോൾ ഇത് ശാലോ ഫ്രൈ പോലെ ആയിട്ടുള്ളൂ. അതുപോലെ നന്നായിട്ട് ഡീപ്പായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിതെല്ലാം അങ്ങ് കോരി മാറ്റുവാണേ. കോരി മാറ്റിയതിന് ശേഷം ഞാൻ മൊത്തത്തിൽ അതെല്ലാം അങ്ങ് കോരി മാറ്റി. കോരി മാറ്റിയതിന് ശേഷം നമുക്ക് അടുത്തതും കൂടെ ഇതേപോലെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അടുത്തത് മുഴുവനായിട്ട് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ട് അതും നമുക്ക് നല്ല രീതിയിലൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. നമ്മൾ ഈ അച്ചാറിനുള്ള മീൻ ഫ്രൈ ആക്കി എടുക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നല്ല രീതിയിൽ അത് ഡീപ്പായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അല്ലെങ്കിൽ നമ്മുടെ അച്ചാർ എങ്ങനെയാണെങ്കിലും ഒരു 2-3 ദിവസമൊക്കെ ഇരുന്നാൽ തന്നെ പുറത്ത് വെച്ചാൽ തന്നെ നമ്മുടെ അച്ചാറിന് പൂപ്പ് കയറും കേട്ടോ. അപ്പോൾ ഡീപ്പായിട്ട് ഫ്രൈ ചെയ്തെടുത്ത് അച്ചാറിട്ട് കഴിഞ്ഞാൽ എത്ര ദിവസം പുറത്തിരുന്നു എന്ന് പറഞ്ഞാലും അതൊരു കേടും സംഭവിക്കത്തില്ല കേട്ടോ. പൂപ്പോ ഒന്നും വരത്തില്ല കേട്ടോ. അപ്പം ഇതേ ഞാൻ 2 സൈഡും നന്നായിട്ട് തിരിച്ചിട്ട് മറിച്ചിട്ടൊക്കെ നന്നായിട്ടത് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും, നല്ലൊരു കളറൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. മീൻ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് ഇച്ചിരി കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് കറിവേപ്പിലയും നല്ല രീതിയിലൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് നോക്കി ഇപ്പം ഇങ്ങനെ നമ്മൾ ഇളക്കി കൊടുക്കുമ്പോൾ ഒരു സൗണ്ടൊക്കെ വരണം കേട്ടോ. കിലുകിലാന്നൊരു സൗണ്ടൊക്കെ വരുമ്പോൾ നമുക്കത് നന്നായിട്ട് ഡീപ്പായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ടെന്ന് നമുക്കറിയാം കേട്ടോ. അപ്പോൾ അതും കൂടെ മൊരിഞ്ഞ് വന്നപ്പോൾ ഞാനതങ്ങ് കോരി മാറ്റിയേ. അത് കോരി മാറ്റിയതിന് ശേഷം അതിൽ നിന്ന് ഓയിൽ ഞാൻ കുറേ അങ്ങ് മാറ്റി കേട്ടോ. കുറേ മാറ്റിയതിന് ശേഷം നമുക്ക് അച്ചാറിടാൻ ആവശ്യത്തിനുള്ള ഓയിൽ മാത്രമേ അതിൽ വെച്ചിട്ടുള്ളേ.
അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുകൊന്ന് പൊട്ടി വന്നപ്പോൾ അതിലേക്ക് ഞാനൊരു പിടി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുവാണ്. വെളുത്തുള്ളി നന്നായിട്ട് മൂത്ത് വരണം. വെളുത്തുള്ളി മൂത്ത് വരുന്ന സമയം കൊണ്ട് നമുക്കതിലേക്ക് ഞാൻ ചതച്ച് വെച്ചിരിക്കുന്ന കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചതും കൂടെ ചേർക്കുമ്പോൾ ഉണ്ടല്ലോ നല്ലൊരു മണം വരും കേട്ടോ. അപ്പോൾ ഞാനിതേ ഇഞ്ചി വെളുത്തുള്ളി ചേർത്തിട്ടില്ല, ചേർക്കാനായിട്ട് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളി ഒന്ന് മൂത്ത് വന്നിട്ട് ചേർക്കാമെന്ന് വിചാരിച്ചു. വെളുത്തുള്ളി ഒരുവിധം മൂത്ത് വന്നപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂൺ നിറയെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചതച്ച് വെച്ചത് ചേർത്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇതിനി നന്നായിട്ട് മൊരിഞ്ഞ് വരണം കേട്ടോ. നല്ല രീതിയിൽ കളറൊക്കെ ഒന്ന് മാറി വരണേ. കളറൊക്കെ മാറി വരുമ്പം വേണം നമുക്കതിലേക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാനേ. അപ്പോൾ ഒരുവിധം ഒന്നും മൊരിഞ്ഞ് വന്നപ്പോൾ ഞാനതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തു കേട്ടോ. എന്നിട്ട് കറിവേപ്പിലയും ഈ വെളുത്തുള്ളി ഇഞ്ചിയും എല്ലാം കൂടെ നന്നായിട്ട് മൊരിഞ്ഞ് വന്നപ്പം ഞാൻ എടുത്തു വെച്ച പൊടികൾ ചേർത്ത് കൊടുത്തു. 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും വലിയ 2 ടേബിൾ സ്പൂൺ അച്ചാർ പൊടിയും കായപ്പൊടിയും ഇച്ചിരി കുരുമുളക് പൊടിയും പിന്നെ ഉലുവാപ്പൊടിയും ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതെല്ലാം കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഈ പൊടികളെല്ലാം ഒന്ന് മൂത്ത് വരണം കേട്ടോ. നല്ലതായിട്ട് മൂത്ത് വരുമ്പോൾ ഒരു മണം വരും, അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇത് കണ്ടോ, ഒരു വിധമൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്കുണ്ടല്ലോ വിനാഗിരി ചേർത്ത് കൊടുക്കണേ. അച്ചാറിന് എന്തായാലും കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പം വിനാഗിരി ചേർത്ത് കൊടുത്ത് വിനാഗിരി നന്നായിട്ടൊന്ന് തിളച്ച് വരണം കേട്ടോ. തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് ഞാൻ ഫ്രൈ ആക്കി വെച്ചിരിക്കുന്ന മീൻ ചേർത്ത് കൊടുക്കുവാണേ. മീൻ നന്നായിട്ട് ഫ്രൈ ആക്കി എടുത്തതാണ്, അത് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇളക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി എല്ലാം ഒന്ന് യോജിച്ച് വരണം കേട്ടോ. അരപ്പെല്ലായിടത്തും ഒന്ന് പിടിച്ച് നല്ല രീതിയിലൊന്ന് യോജിച്ച് വരണം കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിനകത്ത് എണ്ണയൊന്നും എന്താ തെളിഞ്ഞ് വരാത്തതെന്ന് കേട്ടോ. പക്ഷേങ്കിൽ കുറച്ച് ദിവസം ഇരിക്കുമ്പോഴത്തേനുണ്ടല്ലോ നമ്മുടെ ഈ അച്ചാറിനകത്ത് നമ്മൾ മീൻ ഫ്രൈ ചെയ്തതിനകത്ത് എണ്ണയെല്ലാം തെളിഞ്ഞ് വരും കേട്ടോ. അപ്പോൾ ഞാനൊരു മധുരം ക്രമീകരിക്കാൻ ഒരു ശകലം പഞ്ചസാര ചേർത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും നമുക്കിത് അടച്ച് വെച്ചിട്ട് വീണ്ടും നമുക്കിത് നന്നായിട്ട് ഇളക്കിയെടുക്കാം കേട്ടോ. ഇത് കണ്ടോ, നല്ല രീതിയിൽ നമുക്ക് ഇളക്കിയെടുക്കണം. ഇപ്പോൾ അച്ചാറിൻ്റെ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ മീനച്ചാർ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇടുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അത്രയ്ക്ക് നല്ല ടേസ്റ്റായിട്ടുള്ളൊരു മീനച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് വേറൊരു പ്ലേറ്റിലേക്കൊന്ന് മാറ്റി നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് മാറ്റിയതാണ്. ഇത് നോക്കിയാൽ നല്ല ഭംഗിയല്ലേ കാണാൻ, കഴിക്കാനും അതേപോലെ അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഞാൻ മോൾക്ക് കൊണ്ടുപോകാൻ വേണ്ടി തയ്യാറാക്കിയതാണ്. അപ്പോൾ ആദ്യം ഞാനൊന്ന് കുറച്ചൊന്ന് ഇട്ട് നോക്കിയതാണ് കേട്ടോ. ആദ്യമായിട്ട് ചെയ്യുന്നത് കൊണ്ട് ഞാൻ ആദ്യം ഇച്ചിരി ഇട്ട് നോക്കിയതാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ. അതുപോലെ അടുത്ത നല്ല വീഡിയോയുമായിട്ട് ഉടനെ വരും. താങ്ക് യു.